നമ്മുടെ വീടുകളിലെല്ലാം പ്രഷർ പമ്പ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ പ്രഷർ പമ്പുകൾക്ക് ഇതിനോട് ചേർന്ന് വരുന്ന ചില കംപ്ലൈൻറ്റുകളാണ് ലൈനിൽ വെള്ളമില്ലാത്ത സമയത്ത് എയർ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓടുക, വോൾട്ടേജ് കുറവുള്ള സമയത്തും കൂടുതലുള്ള സമയത്തെല്ലാം മോട്ടോർ പ്രവർത്തിച്ച് അതിന് കംപ്ലൈൻറ്റ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൺസപ്ഷൻ കൂടിയ 1 HP തൊട്ടൊക്കെ മേലോട്ടുള്ള പമ്പുകൾക്ക് സ്വിച്ചിന് റെഗുലറായിട്ട് കംപ്ലൈൻറ്റ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കംപ്ലൈൻറ്റുകൾക്കെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു ചെറിയ കൺട്രോളറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതെല്ലാം നമ്മുടെ ടെക്നീഷ്യനായിട്ടുള്ള ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നിപ്പോൾ എൽദോസ് പറഞ്ഞ പോലെ നമ്മളൊരു പമ്പ് കൺട്രോൾ, അതായത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ബൂസ്റ്റർ പമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യലൈസ്ഡ് കൺട്രോളാണ്. സാധാരണ പമ്പ് കൺട്രോൾ ഇങ്ങനെ മറ്റ് മോട്ടോറുകൾക്ക് വരുന്നുണ്ട്, അതിലെല്ലാം ഒരു ഡിലേ ഉണ്ട്. പക്ഷേ ഇതിന് ആ ഡിലേ ഇല്ല, ഇൻസ്റ്റൻറ്റ് സ്വിച്ചിങ് ആണ്. അത്തരം ഒരു പ്രോഗ്രാമിങ്ങിൽ വ്യത്യാസമുണ്ട് ഈ പമ്പ് ബൂസ്റ്റർ പമ്പിനും സാധാ പമ്പിനുമുള്ള കൺട്രോളുകൾ സംബന്ധിച്ച്. ഇത് മറ്റേ പ്രോഗ്രാമിംഗ് സാധാ പമ്പിൻ്റെ പ്രോഗ്രാം കണക്ക് തന്നെ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഡ്രൈ റൺ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ഈ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ ആ ഡിലേ സ്വിച്ചിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പ്രഷർ പമ്പുകൾക്ക് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം തീർന്നു പോയി പമ്പുകൾ ഡ്രൈ ഓടി ഒത്തിരി കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ പമ്പ് എയർ ഫോം ചെയ്ത് പമ്പ് ഓഫ് ആവാതെ ഓടുന്ന ഒരു പ്രശ്നം കാണുന്നുണ്ട് ചിലയിടത്ത്. പിന്നെ ലോ വോൾട്ടേജ് ടൈമിൽ പമ്പ് ഓണായി പമ്പ് കംപ്ലയിൻ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ശാശ്വതമായ സൊല്യൂഷൻ എന്നാണ് ഈ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു നോർമലായിട്ടുള്ളൊരു പ്രഷർ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ നോർമലായിട്ട് നമ്മളൊരു ബേസിക്കായിട്ട് ഉള്ളൊരു കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പമ്പ് ഓണാക്കാം. ഇപ്പോൾ ഇത് ടാപ്പായിട്ട് സങ്കല്പിക്കുക. ഇത് നമ്മളൊരു ടാപ്പ് തുറന്ന് മോട്ടർ റണ്ണായി. നമ്മൾ വാൽവ് ക്ലോസ് ചെയ്തു, മോട്ടർ ഓഫായി. ഇതാണ് ഒരു നോർമൽ പ്രഷർ പമ്പിൻ്റെ വർക്കിംഗ്. ഇനി നമുക്കിത് ഈ കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോർമലി പ്രഷർ സ്വിച്ച് കണക്റ്റഡ് ആയിട്ടായിരിക്കും കമ്പനി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലീഡ് വയർ മാത്രം കണക്ട് ചെയ്താൽ മതിയാവും. അത് റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ഇങ്ങനെ 3 വയറായിരിക്കും വരുന്നത്. അതിൽ ഗ്രീൻ എർത്താണ്, റെഡ് ഫേസ്, ബ്ലാക്ക് ന്യൂട്രൽ, ഈ കൺസെപ്റ്റിൽ. അപ്പോൾ അതുപോലെ ഇത് സ്വിച്ചിങ് പോയിൻറ്റുകളാണ്. 1, 2 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് പ്രഷർ സ്വിച്ചിൻ്റെ വർക്ക് എന്ന് നോക്കുക. അപ്പോൾ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കോണ്ടാക്റ്റാണ് സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ പമ്പ് വാൽവ് ക്ലോസ് ചെയ്തു, കോണ്ടാക്റ്റ് ഓപ്പണായി, വാൽവ് ഓപ്പൺ ചെയ്തു, കോണ്ടാക്റ്റ് ക്ലോസായി. ഈ രീതിയിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. നമ്മളൊരു കൺട്രോൾ ഇതിന് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പാർക്ക് ഉണ്ടല്ലോ, ഈ സ്വിച്ചിങ്ങിലുള്ള സ്പാർക്ക്, അത് ഇതിൻ്റെ ലൈഫിന് കാലക്രമേണ അത് സ്പാർക്ക് ചെയ്ത് അതിൻ്റെ ടെർമിനൽ കോൺടാക്റ്റ് പോകും. അപ്പോൾ നമ്മൾ സ്വിച്ച് റീപ്ലേസ് ചെയ്യാണ് പതിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നല്ല, വർഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് അവോയ്ഡായിട്ട് ഇതുപോലെ കൺട്രോൾ ഉണ്ടെങ്കിൽ ഈ സ്പാർക്ക് ഇവിടുന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ സ്വിച്ചിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കണക്ഷൻസിലേക്ക് പോവാം. എങ്ങനെയാണ് പാനൽ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ലീക്കേജൊക്കെ ഉണ്ട്, അതിനാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ, കാരണം ടെമ്പററി ആയിട്ട് വെറുതെ കൊടുത്തിട്ടേ ഉള്ളൂ. ഈ വയറ് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ആ സ്വിച്ചിങ്ങിലുണ്ടായിരുന്ന 2 വയറുകൾ അഴിച്ചെടുത്തു. അവിടെ നമ്മൾ പുതിയ 2 വയറുകൾ കണക്ട് ചെയ്തു, പാനലിലേക്കുള്ള വയറുകൾ കണക്ട് ചെയ്തു. അതിനെ അഴിച്ചെടുത്ത വയറ് ഷോർട്ട് ചെയ്ത് ഇടുക. അപ്പം മോട്ടറിൻ്റെ ടെർമിനലിൽ ഇനി പാനലിൻ്റെ ഔട്ട്പുട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പാനൽ ബോർഡ് അങ്ങനെ കണക്ട് ചെയ്തു. ഇനി നമുക്കും അതിൻ്റെ, അതായത് ഈ കണക്ഷൻ വരുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് ഉള്ള പോയിൻ്റിലാണ്. ഇവിടെ അതിൻ്റെ സ്വിച്ചിങ് ടെർമിനൽ ഇവിടെ ഉണ്ടാവും. ഈ സ്വിച്ചിങ് ടെർമിനലിലേക്കാണ് പ്രഷർ സ്വിച്ച് എന്നുള്ള സ്വിച്ചിങ് നടക്കേണ്ടത്. ഈ യൂണിറ്റാണ് നമ്മുടെ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി കണക്ഷൻസ് ഇൻകമ്മിങ് ഫേസ് ന്യൂട്രൽ, ഇത് ഔട്ട് ഗോയിങ് ഫേസ് ന്യൂട്രൽ. അപ്പോൾ ഇനിയിപ്പം മോട്ടറിൻ്റെ കൺട്രോൾ എന്ന് വെച്ചാൽ ആദ്യം പോയിരുന്ന നേരെ മോട്ടറിലേക്കാണെങ്കിൽ ഇനി കൺട്രോൾ യൂണിറ്റ് വഴിയാണ് സപ്ലൈ മോട്ടറിലേക്ക് ചെല്ലേണ്ടത്. ഇൻപുട്ട് കൺട്രോൾ യൂണിറ്റിലേക്കാണ് കൊടുക്കേണ്ടത്, കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടാണ് മോട്ടറിലേക്ക് കൊടുക്കേണ്ടത്. നമ്മളങ്ങനെ കണക്ഷൻസ് കൊടുത്തു. ഇനി ഇത് ആദ്യം നമ്മൾ മാനുവലായിട്ട് തന്നെ ഓൺ ചെയ്യണം. മാനുവലായിട്ട് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ആവും. മോട്ടർ ഓണായി കഴിയുമ്പോൾ ഇതിൻ്റെ ആംബിയർ എത്ര മോട്ടർ കൺസ്യൂം ചെയ്യേണ്ടത്, ഇത് 5.4 ആണ് ഈ മോട്ടർ ഇപ്പോൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഈ ആംബിയർ നമ്മൾ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പാനൽ ബോർഡ് സെറ്റ് ചെയ്യണം. പാനൽ ബോർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്യുക.
സെറ്റ് വന്നു. ലോ വോൾട്ട് 150 ഇപ്പോൾ കിടക്കണം. നമുക്കതൊരു 180 ഉയർത്താം. 180. അടുത്തത് ഹൈ വോൾട്ട് 250. അത് 250 തന്നെ സെറ്റ് ചെയ്താൽ മതി. ഇത് ഡ്രൈ റൺ നമ്മൾ 5.3 അല്ലായിരുന്നു. അപ്പോൾ ഒരു 4 വെച്ചാൽ മതി. 5.3 നിൽക്കുന്ന സ്ഥാനത്ത് ഒരു 4 ഡ്രൈ റൺ വെച്ചാൽ മതി. 4.5 5 ഉണ്ടല്ലോ മതി. ഇത് ഓവർലോഡാണ്. 18 ആമ്പിയറാണ് നിൽക്കുന്നത്. 18 ആമ്പിയറിൻ്റെ ആവശ്യമില്ല. ഡിക്രീസ് ചെയ്യാം. 7.5 ആംസാണ് ഓവർലോഡ് ട്രിപ്പിങ്ങിനായിട്ട് ഇട്ടേക്കണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വോൾട്ടേജ് ഒരു 180 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 ആമ്പിയറിലേക്ക് സംതിങ് മോട്ടർ വരാം. അപ്പോൾ 7 ആമ്പിയറിൽ മേളിൽ പോയാൽ മോട്ടർ ഓഫായി പോകും. ഇനി അടുത്തത് ഓൺ ടൈമർ. അത് വേണ്ട. ഓഫ് ടൈമർ അതും വേണ്ട. ഓഫ് ടൈമറും വേണ്ട. അത് ഇതിനാവശ്യമില്ല. പിന്നെ VLC അതായത് ലെവൽ കൺട്രോൾ. ഈ സ്വിച്ചിങ്ങിൻ്റെയാണ് VLC വരുന്നത്. അത് ഓണാക്കണം. VLC ഓണായി. ഡ്രൈ റൺ റീസ്റ്റാർട്ട്. ഈ ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ അനുസരിച്ച് വേണേൽ ചെയ്യാം. കാരണം ഒരു ടാങ്കിൽ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് മോട്ടർ വീണ്ടും റീസെറ്റ് ആവാൻ ഈ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ നമ്മൾ ഡിലേ കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഓണാവും. അപ്പോൾ അത് നമുക്ക് ഇട്ട് വയ്ക്കാം. ഇപ്പം 35 മിനിറ്റാണ്. ലോഡഡ്. മോട്ടർ ഫങ്ഷനായി. വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓഫാവും. വാൽവ് ക്ലോസ് ചെയ്ത് മോട്ടർ ഓഫായി. ഇവിടെ ഓഫ് ഇൻഡിക്കേഷൻ വന്നു. ഇനി വീണ്ടും വാൽവ് ഓൺ ചെയ്ത് ഓക്കെ. ഇപ്പോൾ സംടൈം ഡിഫറൻഷ്യലും ഇത് പ്രഷറും സെറ്റ് ചെയ്യുന്നിടത്തൊരു ചെറിയ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. കാരണം സ്വിച്ചിങ്ങിൻ്റെ ഡിലേ. അതിപ്പോൾ ഇവിടെ ഓൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല പ്രഷറിൽ വെള്ളം ഉണ്ടോ. വെള്ളത്തിൻ്റെ അളവൊന്ന് കുറഞ്ഞിട്ട് വീണ്ടും പമ്പ് ഓൺ. അപ്പോൾ ആ പമ്പ് ആ വെള്ളത്തിൻ്റെ അളവ് കുറയാതെ തന്നെ പമ്പ് ഓൺ ആവണം. അപ്പോൾ ഉണ്ടോ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് തീരെ പ്രഷർ കുറഞ്ഞിട്ട് ഓണാവുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രഷറും ഡിഫറൻഷ്യലും അഡ്ജസ്റ്റ് ചെയ്യണം. പ്രഷർ സെറ്റ് ചെയ്യുക. പ്രഷർ കണ്ടിട്ട് ഡിഫറൻഷ്യൽ ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ആദ്യത്തെ പോലെയുള്ള നിന്നിട്ട് ഉള്ള ഇത് വരുന്നില്ല. ആ ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മോട്ടർ വർക്കാവും. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ സ്വിച്ചിങ് നടക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡ്രൈ റൺ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മൾ ടാങ്കിൽ നിന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇനി മോട്ടർ നമ്മൾ ഓൺ ആക്കുകയാണ്. മോട്ടർ ഓൺ ആക്കി കഴിയുമ്പോൾ ഫുഡ് വാൽവ് എംപ്റ്റി ആകുമ്പോൾ മോട്ടർ ഓഫ് ആവണം. ഇതാ ടാങ്കിലെ വെള്ളം തീരുന്നു നോക്കിക്കോളൂ. ഇതാ സംഭവം ഡ്രൈ ആയി. ലോഡ് മോട്ടർ ഓഫായി. ഡ്രൈവറും കാണിച്ച് ഓഫായി. അപ്പോൾ ഇവിടെ ടാങ്കിൽ ഇതേപോലെ എംപ്റ്റി ആയി കഴിഞ്ഞാൽ മോട്ടർ തനിയെ ഓഫായി പോകും. ഇനി നമ്മൾ അരമണിക്കൂർ ഡിലേ ടൈം ഇട്ടിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് ഈ ടാങ്കിൽ വെള്ളം ഫില്ലായി കഴിഞ്ഞാൽ വീണ്ടും ഈ മോട്ടർ റീസ്റ്റാർട്ട് ആവാനായിട്ട് റെഡിയാണ്. ഈ പാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ കെയർ ബന്ധപ്പെടാം. എൽദോസ് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഇത് വളരെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു പാനലാവും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓവർ വോൾട്ടേജിൽ നിന്നും ലോ വോൾട്ടേജിൽ നിന്നും അതുപോലെ ടാങ്ക് എംപ്റ്റി ആയിട്ട് പോയി മോട്ടോർ റൺ ചെയ്ത് സീല് ഡാമേജ്, പമ്പ് ഡാമേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മോട്ടോർ വൈൻഡിങ് വണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വളരെയധികം ഈ പാനൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പ്രഷർ ബൂസ്റ്റർ പമ്പുകൾക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കൺട്രോളറാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.